രോഗികളാണോ നിങ്ങൾ സിങ്ക് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? കേട്ടിട്ടുണ്ടോ സിങ്കിനെ പറ്റി? യെസ്, തൈറോയ്ഡ് രോഗികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സിങ്ക് കഴിക്കണം. സിങ്ക് എല്ലാവർക്കും ആവശ്യമാണ്, പക്ഷേ തൈറോയ്ഡ് രോഗികൾ നിർബന്ധമായിട്ടും സിങ്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തണം. എന്തുകൊണ്ടാണെന്ന് അറിയൂ, നമ്മുടെ ബോഡിയിൽ തൈറോയ്ഡ് ഹോർമോണായിട്ടുള്ള T3 T4 ഉണ്ട്. T4 കൺവേർട്ട് ചെയ്തിട്ടാണ്, ഒരു കൺവേർഷൻ പ്രോസസ്സ് വഴിയാണ് T4 മാറി T3 ആവുന്നത്. സോ സിങ്ക് അതിനൊരു കാറ്റലിസ്റ്റ് ആണ്. സിങ്ക് ആണ് ഇതിന് കൂടുതൽ സഹായിക്കുന്നത്. സോ സിങ്ക് കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ T4 മാറി T3 ആവുന്ന കൺവേർഷൻ പ്രോസസ്സ് കുറയും. സോ അങ്ങനെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് വരാതിരിക്കാനാണ് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ പ്രശ്നമുള്ളവർക്ക് അതിനോടൊപ്പം തന്നെ തൈറോയിഡിന് മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ സിങ്ക് കഴിക്കേണ്ടത്. സിങ്ക് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് അല്ലാതെ ഡയറ്റിൽ തന്നെ സിങ്ക് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സോ ഡയറ്റിൽ നിങ്ങൾ സിങ്ക് കഴിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തേണ്ടത് നട്ട്സിലാണെങ്കിൽ നമുക്കതിൽ വാൽനട്ട് കഴിക്കാം, പംകിൻ സീഡ് കഴിക്കാം, ആൽമണ്ട് കഴിക്കാം. ഇനി ഫുഡ് ഐറ്റംസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മീൻ, ഫിഷിലുണ്ട് സിങ്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ എഗ്ഗ്, മുട്ടയിൽ സിങ്ക് അവൈലബിൾ ആണ്. ഇനി പയറുവർഗ്ഗങ്ങളിലാണെങ്കിൽ കടലയിൽ, ചെറുപയറിലൊക്കെ സിങ്ക് അവൈലബിൾ ആണ്. സോ തൈറോയ്ഡ് പേഷ്യൻസ് ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡെയിലി സിങ്ക് കഴിക്കണം. അത് ഏതൊരു ഫുഡ് സോഴ്സ് വഴിയാണ് കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫുഡ് തന്നെ സ്ഥിരമായിട്ട് സിങ്കിന് വേണ്ടി കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം. പക്ഷെ ഉറപ്പായിട്ടും ഡെയിലി ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് സിങ്ക് നിങ്ങൾ കഴിച്ചിരിക്കണം. താങ്ക് യു.